നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ പെണ്ണ് കാണാൻ ആള് വരുന്നു താനല്ലേ എന്നോട് പറഞ്ഞത്? എന്നെയല്ല, സാനിയാണ് പെണ്ണ് കാണാൻ ആള് വരുന്നേന്ന് എന്തുകൊണ്ട് താൻ പറഞ്ഞില്ല? പറഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണം മുടക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നോ? സാനിയ ഇതാണ് കല്യാണ പെണ്ണ് സാനിയ. ചേച്ചി ഇതെവിടെയായിരുന്നു? അവരെത്തി. അപ്പൊ ചടങ്ങ് മുടങ്ങിയില്ലേ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ചേച്ചി ചെയ്തു ഒന്നും അപ്പൊ ഏറ്റില്ലേ? ഇതെന്റെ അനിയൻ ശേഖരൻ. ഇത് ശേഖരന്റെ ഭാര്യ യാമിനി. അപർണ എവിടെ? മോളെ അപ്പു വരുന്നു. ഇത് അപർണ, ശേഖരന്റെ മോള്. അല്ല, ഇത്രയും പേരേ ഉള്ളൂ? ഇനി 2 പേര് കൂടിയുണ്ട്. അത് രാജു. എന്റെ എല്ലാം ഇവനാ. ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ എനിക്ക്. ഇനി ഒരാളും കൂടിയുണ്ട്, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാൾ. ബേബി, എന്റെ പെറ്റായവൻ. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരിൽ ഒരാൾ. പെൺകുട്ടിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഏതുവരെ പഠിച്ചു? പഠിക്കാൻ മോശമാണല്ലേ? മോശം? ഇവളോ? 1 റാങ്ക്. എന്റെ കല്യാണം അല്ലേ? സാനിയുടെ ആണോ? ഞങ്ങൾ അറിഞ്ഞത് കുട്ടി പഠിക്കാൻ വളരെ മോശമാണെന്നാണല്ലോ. ഈശ്വരാ, പെട്ടല്ലോ. ഒരു പെൺകുട്ടി വഴിയിൽ വെച്ച് അങ്ങനെയാ ഞങ്ങളോട് പറഞ്ഞത്. ഈ കല്യാണത്തിൽ നിന്ന് ഒഴിയണമെന്നും പറഞ്ഞു. ഇതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ആരായി നുണയൊക്കെ പറഞ്ഞത്? ആരായാലും ഞാനത് കണ്ടുപിടിച്ചോളാം. ഇത് അച്ഛനോട് പറയുന്നതാ നല്ലത്. രാഷ്ട്രീയമല്ലേ, വിരോധികൾ ഒരുപാടുണ്ട് എനിക്ക്. അവരാരെങ്കിലും ചെയ്തായിരിക്കും. ആയിരിക്കാം. ഞങ്ങൾ അതൊന്നും തൽക്കാലം കാര്യമാക്കുന്നില്ല. അപ്പൊ പിന്നെ നമുക്കിത് ഉറപ്പിക്കാം. അതാരാ? ഇവിടുത്തെ ആളാണോ? ഈ കുട്ടിയെ ഞങ്ങൾ അറിയും. ഈ കുട്ടിയെ ഞങ്ങളോട് വഴിയിൽ വെച്ച് സാനിയ പഠിക്കില്ലെന്നൊക്കെ പറഞ്ഞത്. ഋതിക ഏട്ടന്റെ മോളാ. അത് ശരി. എന്നിട്ടെന്താ ഞങ്ങളെ പരിചയപ്പെടുത്താതിരുന്നത്? വർമാജി, അപവാദം പറഞ്ഞത് വേറെ ആരുമല്ല, സ്വന്തം മോള് തന്നെയാ. നമുക്കൊന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഈ ബന്ധം? അത് മതി. സ്വന്തം മോളെ ഒരു അച്ഛൻ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവുമല്ലോ. അതറിഞ്ഞിട്ട് മതി ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ. വർമാജി, ഞങ്ങൾ ഇറങ്ങുക. പിണങ്ങിപ്പോവുകയൊന്നുമല്ല, ഞങ്ങൾക്ക് ഈ ബന്ധത്തെപ്പറ്റി ഒന്നുകൂടി ആലോചിക്കണം.
ദ്രോഹം ചെയ്തു? എന്തിനാ നീ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചല്ലോ നീ. അമ്മായി ഞാൻ വേണ്ടടി, ഒന്നും നീ പറയണ്ട. നിനക്കേ എന്റെ മോളോട് അസൂയ, അതുകൊണ്ടാ ഈ കല്യാണം മുടക്കാൻ നീ ശ്രമിച്ചത്. പ്രതാപ, എന്തിനാ ഇവൾ ഇങ്ങനൊരു ദ്രോഹം ഞങ്ങളോട് ചെയ്തത്? അതിന് പകുതി രക്തമല്ലേ എന്റെ ഉള്ളൂ, ബാക്കി പകുതി അവളുടെ അല്ലേ? പത്മാവതി എന്ന എന്റെ ഭാര്യയുടെ. ഇവൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പത്മാവതി കോടതിയിൽ എന്റെ മാനം കളഞ്ഞു, ഇവള് കൂടെ ജീവിച്ച് എന്റെ മാനം കളയുന്നു. മിണ്ടി പോകരുത്. അച്ഛനോ? ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. നീ എന്റെ ആരുമല്ല. ദാ, ആ കിടക്കുന്ന പട്ടിയുടെ സ്ഥാനം പോലും നിനക്ക് എന്റെ മനസ്സിലില്ല. വിഷവിത്താ നീ, വിഷവിത്ത്. കരയില്ലേ മാഡം? തനിക്ക് സമാധാനായല്ലോ? അച്ഛന്റെ കയ്യിന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ തല്ലി ഒളിച്ചപ്പോ തനിക്ക് തൃപ്തിയായല്ലോ? താൻ ഒറ്റൊരുത്തന എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. എന്നെ പെണ്ണ് കാണാൻ ആള് വരുന്നു താനല്ല എന്നോട് പറഞ്ഞത്. എന്നെയല്ല, സാനിയാണ് പെണ്ണ് കാണാൻ ആള് വരുന്നേന്ന് എന്തുകൊണ്ട് താൻ പറഞ്ഞില്ല? പറഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണം മുടക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നോ? സാനിയ ഒരു തെറ്റും ചെയ്യാത്ത അവളുടെ കല്യാണം ഞാൻ കാരണം മുടങ്ങിയില്ലേ? മാഡം, എനിക്കൊരു അബദ്ധം പറ്റിയതാ, സോറി. ഇനി സോറി പറഞ്ഞിട്ട് എന്താ പ്രയോജനം? നടക്കാനുള്ളത് നടന്നു കഴിഞ്ഞില്ലേ? ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ താൻ ഒറ്റ ഒരുത്തം കാരണം നശിച്ചത്? തന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും കൂട്ടുപ്രതിയാണല്ലോ. മാഡം, ഞാൻ ഈ സത്യം അറിഞ്ഞപ്പോ പറയാൻ വേണ്ടി വന്നതാ. മാഡം പക്ഷേ പറയാൻ സമ്മതിച്ചില്ലല്ലോ. ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. താൻ ചെയ്തത് തെറ്റ് തന്നെയാ. തന്നെ വിശ്വസിച്ച് ഞാൻ ഒരു മണ്ടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.